അവളെ എടുക്കുന്നില്ലല്ലോ. എടുക്കുന്നത് വരെ ഞാൻ വിളിച്ചുകൊണ്ടേയിരിക്കും. ഹലോ. ഫോൺ എടുക്കാതിരുന്നപ്പോ വച്ചിട്ട് പോവെന്ന് കരുതിയോ നീ? പേടിച്ചിട്ടല്ല ഞാൻ ഫോൺ എടുക്കാത്തെ. ചില ശല്യങ്ങളെ നമ്മൾ ഒഴിവാക്കി കളയുമല്ലോ. അങ്ങനെ ഒരു ശല്യത്തെ ഒഴിവാക്കാൻ ശ്രമിച്ചതാ. മുൻപ് അങ്ങനെ ഒരാളെ ഭൂമിയിൽ നിന്ന് തന്നെ നീ ഒഴിവാക്കിയില്ലേ? അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോഴാ അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഒഴിഞ്ഞു പോവുമെന്ന് നീ കരുതണ്ട. നിന്റെ പിറകെ തന്നെ ഞാൻ ഉണ്ടാവും. എന്താ പ്രഭേ പറയുന്നേ? പണ്ട് ഞാൻ ആരെ ഒഴിവാക്കിയത്? ആരെ ഒഴിവാക്കിയെന്ന് പറയുമ്പോ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറയണം. വാലും തുമ്പും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാ ഉത്തരം കിട്ടില്ല. ആ പാവം പെണ്ണിന്റെ കണ്ണീരിന് നിന്നെ കൊണ്ട് ഞാൻ കണക്ക് പറയിപ്പിക്കും. പാവം പെണ്ണിന്റെ കണ്ണുനീരും? ഓ, മനസ്സിലായി. ഓരോ കഥകൾ കൊണ്ടുവന്ന് എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുവല്ലേ? കണക്ക് പറയാൻ പോകുന്നതേ നീയാ. ഒരു പാവം പയ്യന്റെ ജീവിതം തകർത്തതിന് എന്റെ മോന്റെ ജീവിതം. അതൊക്കെ ഞാൻ അനുഭവിച്ചോളാം. സംശയത്തിന്റെ മുനകൾ നിന്റെ നേരെ വരാതിരിക്കാൻ ചോദ്യങ്ങൾ വഴിതിരിച്ചു വിടണ്ട. നീ വീഴുന്ന ദിവസം എത്താറായി അരുന്ധതി. നീ നടത്തിയ കൊലപാതകത്തിന് കൃത്യമായ ശിക്ഷ വാങ്ങിത്തരും ഞാൻ. ഞാൻ നടത്തിയ കൊലപാതകവും? നീ ഇതെന്താ പറയുന്നേ? അതൊക്കെ വഴിയേ അറിയും. തലയ്ക്ക് അസുഖമാണെങ്കിലേ ചികിത്സ ചെയ്യണം. നാട്ടുകാരെ വിളിച്ച് വായി തോന്നുന്നത് പറയല്ല വേണ്ടേ. ചില സൂചനകളും മുന്നറിയിപ്പുകളും തരാൻ വേണ്ടിയാ ഞാനിപ്പോ വിളിച്ചത്. ബാക്കിയുള്ളതൊക്കെ നീ വൈകാതെ അറിയും. ഇനി ഫോണിലൂടെയല്ല, നേരിട്ടാ. ഒരുങ്ങിയിരുന്നു.